60 കിലോമീറ്റർ സ്പീഡിൽ പോകാനാവുന്ന റോഡിൽ കൂടി ഞാൻ വെറും 40 കിലോമീറ്റർ സ്പീഡിൽ വരുക. അപ്പൊ പെട്ടെന്നൊരു പാട്ടി കുറുകെ ചാടി. പട്ടിയോ? പട്ടിയല്ല സാർ, പാട്ടി പാട്ടി. ഇനിയിപ്പോ എന്ത് ചെയ്യും? മിക്കവാറും പരീക്ഷ ഉജ്ജ്വലാവും. നാശം, പഞ്ചറാവാൻ കണ്ട നേരം. പുല്ല്. ആഹാ, എത്ര മനോഹരമായ കാഴ്ച. ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കുന്നു പറയുന്ന ഒരു ചൊല്ലുണ്ട്. മനസ്സിലായില്ലല്ലേ? നമ്മൾ ആർക്കെങ്കിലും 8ന്റെ പണി കൊടുക്കാൻ നോക്കിയാൽ ദൈവം നമുക്ക് 16ന്റെ പണി തരുമെന്ന്. ഇപ്പൊ മനസ്സിലായോ? വരും, വരില്ല, വരും, വരില്ല, വരും, വരില്ല. ജോ, ഇതെന്താ സഞ്ചരിക്കുന്ന ആക്രിക്കടയോ? കണ്ടാൽ അറിയില്ലേ, ഏതോ പട്ടിക്കാട് കേസാ. അണ്ണാ ரொம்ப தேங்க்ஸ் அண்ணா. தேங்க்ஸ் சொல்ல வேண்டியது நான் தான். ஆண்டவா, என் உசுரை காப்பாத்தியதுக்கு ரொம்ப தேங்க்ஸ். റിപ്പോർട്ട് ചെയ്യാനുള്ള ബെല്ല. ജോവാ, നമുക്ക് കേറാം. ഷോ, ആദ്യം എൻട്രൻസ് എക്സാം മിസ്സാക്കിയല്ലോ. Yes, sit down, sit down. Good morning, dear students. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കാര്യം ഞാൻ ആദ്യമേ എല്ലാവരോടും പറയുവാണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. താങ്ക് യു സർ. 10 മണി കഴിഞ്ഞു. ഇനി എക്സാം എഴുതാൻ ആര് വന്നാലും ഞാൻ കയറ്റില്ല. അറിയാമല്ലോ, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ? എന്റെ ഈശ്വരാ, അങ്ങോട്ട് പാസ് ചെയ്തോളൂ. അവിടെ കൊടുക്കൂ. പിന്നെ പരീക്ഷയ്ക്ക് തുണ്ടോ ഗൈഡോ നോട്ടോ വല്ലതും വച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് നടക്കില്ല. കയ്യോടെ ഞാൻ പൊക്കിയിരിക്കും. അവിടെ അങ്ങോട്ട് കൊടുക്ക്. അപ്പൊ ആരുടെയും ഒന്നുമില്ലല്ലോ. എന്തേലും കാര്യം ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൊക്കിക്കഴിഞ്ഞാ നിന്റെയൊക്കെ ഭാവി കട്ട പുറത്തായിരിക്കും. ഒരു ദാക്ഷിണ്യവും എന്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കണ്ട. പറഞ്ഞല്ലോ? ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. Excuse me, sir. Yes. May I coming, sir? അനിയ, നിനക്ക് സ്ഥലം തെറ്റി. ഇതേ മെഡിക്കൽ കോളേജ് അല്ല, എക്സാമിനേഷൻ ഹാളാ. അറിയാ സാർ. ഓഹോ, എൻട്രൻസ് എക്സാം എഴുതാൻ വന്നാ. എന്നിട്ട് എന്താ ഈ കോലത്തിൽ എന്നല്ലേ സാറ് ആലോചിക്കുന്നേ? അതെ, 60 കിലോമീറ്റർ സ്പീഡിൽ പോകാനാവുന്ന റോഡിൽ കൂടി ഞാൻ വെറും 40 കിലോമീറ്റർ സ്പീഡിൽ വരുക.
അപ്പൊ പെട്ടെന്നൊരു പാട്ടി കുറുകെ ചാടി. പട്ടിയോ? പട്ടിയല്ല സാർ, പാട്ടി പാട്ടി. ഓ എന്നിട്ട് ഞാനൊന്നും നോക്കിയില്ല, ബൈക്ക് വെട്ടിച്ചങ്ങ് മാറ്റി. പാട്ടി സേഫായി. പക്ഷെ ബൈക്ക് ചെറലി കയറി സ്കിഡായി. ഞാൻ ഈ കോലത്തിലുമായി. ഡോക്ടർ അഡ്മിറ്റ് ആവാൻ നിർബന്ധിച്ചതാ. പക്ഷെ എനിക്ക് എക്സാം എഴുതണം സാർ. ഇദ്ദേഹം ഒരു മഹാനായ വ്യക്തിയാണ്. ഒന്നുമല്ലെങ്കിലും നീ ഒരു ജീവൻ രക്ഷിച്ചില്ലേ? അതെ അതെ. പക്ഷേ ഈ അവസ്ഥയിലും പരീക്ഷയ്ക്ക് തയ്യാറായി വന്ന നീ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിന്റെ കടമ നിർവഹിച്ചു. താങ്ക് യു സാർ. ഗ്രേറ്റ്. ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. സോറി 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 സോറി. അയ്യോ സമയമായി. വരൂ വരൂ വരൂ. ഞാൻ കൊണ്ടിരുത്തിക്കോളാം. വരൂ വരൂ. പ്ലീസ് 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 മൂവ് ബാക്ക്. പോവാ പ്ലീസ് പ്ലീസ്. പതുക്കെ പതുക്കെ. അവിടെ ഇരിക്കും. പ്ലീസ് പതുക്കെ പതുക്കെ. സമാധാനമായിട്ടിരുന്ന് പരീക്ഷ എഴുതിക്കോ. ഓക്കെ സാർ. എന്താ? പേന. പേന. അയ്യോ, അതെടുക്കാൻ പറ്റില്ല. അത് ഞാൻ പൂജിച്ച പേനയാ. ഇവളല്ലേ അവള്? കുട്ടിക്ക് എഴുതാൻ ഒരു പേനയില്ലേ? 2 പേന വെച്ച് ഒരേ സമയം എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. ഈ പാവത്തിന് ഉപകാരപ്പെടട്ടെ. അത് തന്നെ സാർ. ആ പേന നന്നായിട്ട് എഴുതണം കേട്ടോ. താങ്ക് യു. അതെ, പരീക്ഷ കഴിഞ്ഞ് ആ പേന എനിക്ക് തിരിച്ചറിഞ്ഞേ. തരാട്ടോ. ഒരു മണക്ക് പേനയ്ക്ക് വേണ്ടി അവള് കഷ്ടം. എന്നാലും എന്റെ പേന ആരാതെ അവൻ പോയിക്കളഞ്ഞല്ലോ. ഇവനിന്ന് എക്സാം എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ച് കൊന്നു. എന്റെ അളിയ ഈ ആദ്യം ഒരു കാര്യം തീരുമാനിച്ചതാ. ഏത് മാർഗം ഉപയോഗിച്ചും അത് ഞാൻ നടത്തിയെടുക്കും. ഇതിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? അതെ, എന്റെ പേന. അപ്പൊ അത് നീയായിരുന്നല്ലേ? ഞാൻ പിന്നെ ഞാനല്ലേ ആവൂ. നീ ഒരു പെരുങ്കള്ളനാന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. പക്ഷെ ഇങ്ങനൊരു ഭൂലോകം ഉടായിപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഫൂലോ ഉടായിപ്പോന്നിട്ട് മറ്റവൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഫൂ അല്ലടാ, ഭൂലോകം. നിന്നെയൊക്കെ ആരെ മലയാളം പഠിപ്പിച്ചത്? ഇവനെ പോലൊരു തെമ്മാടിക്ക് പരീക്ഷ എഴുതാനാണല്ലോ എന്റെ പൂജിച്ച പേന ഞാൻ കൊടുത്തത്. ഈശ്വര, എന്റെ പേന തട മരത്തലയാ. ഇപ്പൊ തരാടി. നിന്റെ പേന എടുക്ക്. എടോ, മര്യാദക്ക് വന്ന് പരീക്ഷ എഴുതിട്ട് പോരുന്ന എന്നെ ഈ അവസ്ഥയിലാക്കിയത് നീയല്ലടി മാരമാക്കുറി. എന്തായാലും നീ പറഞ്ഞ 5 സ്റ്റാർ വള്ളി കൊള്ളാം. വള്ളിയോ? ഏതോ പട്ടിക്കാട്ടിന്ന് കുറ്റിയും പറിച്ചു വന്ന് ഈ ക്യാമ്പസിലെ ആളാകാൻ നോക്കണ്ട. ഇതേ ഞങ്ങളുടെ ക്യാമ്പസാ. ഭീഷണി അല്ലേ? നിന്നെ കുറിച്ച് ഞാൻ പ്രിൻസിപ്പലിന് പരാതി കൊടുക്കും. ഇപ്പൊ തന്നെ നിന്റെ ആക്സിഡന്റിന്റെ കള്ളക്കഥ പൊളിച്ചടുക്കും. കംപ്ലൈന്റ് ചെയ്യാൻ നിനക്ക് അവന്റെ പേരറിയോ?